Peace Ministries. கர்த்தர் எல்லார் மேலும் தயவுள்ளவர், அவர் இரக்கங்கள் அவருடைய எல்லா கிரியைகளின் மேலும் உள்ளது. சங்கீதம் 145:9. The Lord is good to all, and his tender mercies are over all his works. Psalms 145:9. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் God Goes His Ministry சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே இந்த புதிய ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம், நிச்சயம் ஆசீர்வாதங்களை பெறுவோம். இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ മാസം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ആമേൻ വിടുതലിൻ്റെയും മാസങ്ങളായി മാറട്ടെ. ദൈവഭക്തന്മാരായ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത നിലവാരത്തിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നമ്മളിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. നാം എത്രമാത്രം പ്രത്യാശ വയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലവും, നാം ദൈവത്തോട് പ്രത്യാശ വയ്ക്കുന്ന അടുത്തനുസരിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ പുതിയ വഴികളും പുതിയ പുതിയ ഉറവകളും തുറന്നു വരുന്ന മാസങ്ങളായി മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം
അതിൻ്റെ 1-ാം വാക്യം. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ടവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി. പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. അതിൻ്റെ 2-ാം വാക്യം കൂടെ വായിക്കുന്നു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ച്. അപ്പോൾ തീ കെട്ടുപോയി. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം ജനം പിറുപിറുക്കുന്നു. 3 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, 11-ന്റെ 3 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ പിറുപിറുത്തതിൻ്റെ ഫലമായി ദൈവം അവർക്ക് വേണ്ടി, സ്തോത്രം, അവർ ആഗ്രഹിച്ച വിഷയത്തിൽ ആമേൻ സമൃദ്ധിയെ കൊടുക്കുന്നു, കാടയെ അയക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കൂ, മടങ്ങി വരാം. 1-ാം വാക്യം വായിച്ചു. ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് തോന്നുമാറും പിറുപിറുത്തു. യഹോവ കേട്ടവൻ്റെ കോപം ജ്വലിച്ച്. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി. പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന് അനിഷ്ടമായത് തോന്നുമാറാക്കുന്ന പിറുപിറുപ്പുകൾ മുഖാന്തരമാണ് ദൈവത്തിൻ്റെ കോപം ചൊലിക്കുവാൻ അവരുടെ ജീവിതത്തിനകത്ത് നിലവിളി ഉയരത്തക്ക തരത്തിലുള്ള ആമേൻ തീ പുറപ്പെടാനിടയായി. അപ്പോൾ ചില അനർത്ഥങ്ങൾ, ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വരത്തില്ല. ആ വിഷയം ചിലത് വെളിപ്പെടുന്നതിൻ്റെ കാരണം തിരിഹിതമില്ലാത്തത്, ആമേ തമ്പുരാന് ഹിതമില്ലാത്തത് ചെയ്യുമ്പോഴാണ്, സ്തോത്രം, അത് പ്രയാസത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് മാറുവാൻ ഇടയാകും. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ ആമേൻ അവരുടെ പ്രത്യാശ, അവരുടെ ആഗ്രഹങ്ങൾ വലുതാണ്. സ്തോത്രം. ഇനി കഷ്ടമില്ല, ഇനി നിലവിളിയില്ല, ഇനി ഭാരമില്ല. ആമേൻ ഇവിടെ മോശ ആമേൻ ഉപദേശിച്ചതുപോലെയുള്ള ആമേൻ ഒരൊറ്റ വാർത്ത അനുഗ്രഹം, നന്മ, പാലും തേനും ഒഴുകുന്ന. പക്ഷേ ഈ അനുഗ്രഹം മാത്രം കേട്ട് പുറപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആമേൻ ഒരു ഭയങ്കര ആമേൻ ശൂന്യത, ആമേൻ പ്രതിസന്ധി, കയ്പ് പോലെ ജീവിതത്തിനകത്ത് ആമേൻ പ്രാണന് പോലും അപകടകരമാകുന്ന വിഷയങ്ങൾ വരുമെന്ന് പോലും ജനത്തിനറിയത്തില്ലായിരുന്നു. ഇത് കേട്ട് പുറപ്പെടുമ്പോൾ അവരുടെ ജീവിതം അവർ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് എത്താത്തതിനാൽ, സ്തോത്രം, ആമേൻ പിറുപിറുപ്പ് വീഴുവാനിടയാണ്. നേതൃത്വം നയിക്കുന്ന ഭക്തന് വിരോധമായി പിറുപിറുക്കുമ്പോൾ ആ പിറുപിറുപ്പ് ദൈവസന്നിധിയിലേക്ക് നിൽക്കുന്നു. ആ പിറുപിറുപ്പ് ആമേൻ പല മേഖലകളും അവരുടെ വഴിയെ തടഞ്ഞു. അവരുടെ ജീവിതത്തെ, സ്തോത്രം, വലിയ അന്ധകാരത്തിലേക്ക് ആക്കത്തക്ക തരത്തിൽ ആമേൻ ദൈവത്തിന് വിപരീതമായി ചെയ്യുന്നതിനാൽ അവരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ആമേൻ പ്രതിസന്ധികൾ ഉളവാക്കുവാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള പിറുപിറുപ്പ് മുഖാന്തരം അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവം അവരുടെ പിറുപിറുപ്പുകളെ ആമേൻ, സ്തോത്രം, മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന മോശയുടെ പ്രാർത്ഥന കേട്ട് ആമേൻ അതിന് ശമനം വരുത്തിയിട്ടുണ്ട്, ശാന്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 11-ാം അധ്യായത്തിലും വരപ്പെടുമ്പോൾ ആമേൻ, സ്തോത്രം, ദൈവത്തിൽ നിന്നും പ്രാർത്ഥിച്ച് ലഭിച്ചതായ അതും പിറുപിറുപ്പ് മുഖാന്തരം സ്വർഗത്തിൽ നിന്നും മന്ന ലഭിക്കുകയും ആമേൻ അത് കഴിച്ചു മടുപ്പായിരിക്കപ്പെടുമ്പോഴും, സ്തോത്രം, ദൈവത്തിന് വിപരീതമായി, മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കുവാനിടയായി. ആ പിറുപിറുപ്പ് ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുവാനിടയായി. ആ കോപമാണ് അവരുടെ ജീവിതത്തിനകത്ത് തീയായി ആമേൻ അവർ ഇരിക്കുന്ന പട്ടണത്തിൻ്റെ അറ്റത്തോളം ദഹിപ്പിക്കുവാനിടയായി.
അവിടെയും ഒരു പ്രാർത്ഥനക്കാരൻ എഴുന്നേറ്റ് ആ പ്രതിസന്ധികളെ ശമനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കൂ. അപ്പോൾ ചില വിഷയങ്ങൾ ക്ലിയറായി നാം ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കാതിരിക്കപ്പെടുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ തെറ്റായ മേഖലകൾ അത് പ്രയാസകരമായി മാറുമ്പോഴാണ് നമ്മൾ പോലും അറിയാൻ പറ്റാത്ത വിഷയങ്ങൾ, അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ പ്രതികൂലമായി വരുവാൻ കാരണം പിറുപിറുപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായ വിഷയങ്ങൾ സ്തോത്രം ഒരു പിറുപിറുപ്പിന് ഇടയാകാതിരിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ആലോചന അനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോയാൽ അതൊരനുഗ്രഹമായി മാറുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. 11-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചു. പക്ഷേ സ്തോത്രം അത് 10-ാം അധ്യായം 33-ാം വാക്യം വായിക്കപ്പെടുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രമസ്ഥലത്ത് അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായി. നോക്കൂ, അങ്ങനെ ആ 3 ദിവസത്തെ വഴിയാത്രയിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് ജനം പിറുപിറുക്കുവാനും ആവലാതിപ്പെടുവാനും തുടങ്ങി. ഒന്ന്, മിസ്രയീമിൻ അടിമത്തത്തിൽ നിന്നുള്ള തങ്ങളുടെ വിടുതലിനായി തങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും അവർ എത്ര വേഗം മറന്നു. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയോ തങ്ങളുടെ ജീവിതത്തെയും ഭാവിയെയും ദൈവത്തിന് സമർപ്പിക്കുകയോ ചെയ്തില്ല. ആയതിനാൽ അവരുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ പിറുപിറുപ്പായി മാറി. അത് ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ മറക്കുമ്പോൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്തതായ വഴികൾ, ദൈവം ചെയ്ത അത്ഭുത സ്തോത്രം സാധ്യതകളൊക്കെ നമ്മൾ മറക്കുമ്പോഴാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പറയുന്ന വാക്കുകൾ, അറിയാതെ പറയപ്പെടുന്ന സ്തോത്രം വാക്കുകൾ അത് ദൈവസന്നിധിയിൽ പ്രയാസകരമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ വഴികളെ നമ്മുടെ ചിന്ത കൊണ്ട് അടയ്ക്കരുത്. നമുക്ക് വരേണ്ട അനുഗ്രഹങ്ങളെ നമ്മുടെ വാക്കുകൾ കൊണ്ട് അടയുവാൻ അനുവദിക്കരുത്. സ്തോത്രം. അതിൻ്റെ 11-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അവർ ദൈവസന്നിധിയിൽ പിറുപിറുത്തതിനാൽ ദൈവസന്നിധിയിൽ സ്തോത്രം ജീവിതത്തിനകത്ത് ഒരു ഭയങ്കര നിലവിളി ഉയരുവാനിടയായി തീർന്നു. ആ നിലവിളിയുടെ നടുവിൽ മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മോശ പ്രാർത്ഥിച്ചു. അവർ അഭിമുഖീകരിച്ച വിഷയം സ്തോത്രം തീ കെട്ടുപോകാനിടയായി. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, എത്ര സ്തോത്രം നമുക്ക് പോലും അണയ്ക്കാൻ പറ്റാത്ത, നമുക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്ത സ്തോത്രം നമ്മുടെ വിഷയത്തെ നമ്മളെക്കാളും അറിവും നമ്മളെക്കാളും നന്നായിട്ട് വലിയ മാന്യതയും സ്തോത്രം ഉള്ള വ്യക്തികൾക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത അധികാരി അതിൻ്റെ സ്ഥാനമാനങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾക്ക് പോലും നമ്മുടെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അതിനകത്ത് അത് ശമിക്കുവാൻ, ശാന്തതപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷേ ആ വിഷയത്തിലൊരു ശാന്തത വരണമെങ്കിൽ, നമ്മുടേതായ വിഷയത്തിലൊരു ആശ്വാസം വരണമെങ്കിൽ സ്തോത്രം നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥനക്കാരെ സ്തോത്രം വിളിക്കണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? ഈ വിഷയം അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതിനാൽ നിലവിളിച്ചു. ആ നിലവിളി മുഖാന്തരം സ്തോത്രം പ്രാർത്ഥന ഉയർന്നു. ഇന്ന് പകലിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നമുക്ക് പോലും അണയ്ക്കാൻ പറ്റാത്ത വിഷയത്തിൽ നിലവിളി ഉയർന്നെങ്കിൽ ആ നിലവിളി സ്തോത്രം ശാന്തമാകണമെങ്കിൽ പ്രാർത്ഥന ഉയരണം. പ്രാർത്ഥന ഉയർന്നാൽ ഇന്ന് രാത്രിയിൽ പറയാം, എത്രാളിക്കത്തുന്ന തീ മേഖല പ്രശ്നമായാൽ എത്രാളിക്കത്തുന്ന തീ പോലെ ആ തീയെ അണയ്ക്കാൻ
പ്രാർത്ഥന മാത്രം. ആമേ വലിയ തീയെ ആമേ വെള്ളം കൊണ്ടണയ്ക്കുന്നത് പോലെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അത് അണയ്ക്കത്തക്ക തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആമേൻ മുമ്പിലൊക്കെ ഉണ്ടാകപ്പെടുമ്പോഴും അതിവേഗത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള പൊങ്ങുന്ന പ്രശ്നങ്ങൾ ആമേൻ അണയ്ക്കാൻ കഴിയുന്നതൊന്നേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാൽ കഴിയാത്തതൊന്നുമില്ല. പ്രാർത്ഥനയിൽ ആമേൻ 6 ലക്ഷത്തിൽ ജനം ആമേൻ സ്തോത്രം അനുഭവിക്കുന്നതായ ആമേൻ നിലവിളികളെ ഒറ്റ പ്രാർത്ഥന, മനുഷ്യൻ്റെ പ്രാർത്ഥന മുഖാന്തരം ആ തീ കെട്ടുപോകാനിടയായി. ഈ മാസത്തിൽ ഞാനൊരൊറ്റ ദൂത് പറയാൻ കഴിഞ്ഞ നാളുകൾ നിങ്ങളെ അഭിമുഖീകരിച്ച ആമേൻ വിഷയത്തെ കെടുത്തുന്നതായി മാറണം നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇനി അടുത്ത ദിവസങ്ങളിൽ ചില വിടുതലുകൾ കേൾക്കണം. ചില വിടുതലുകൾ കേൾക്കുകയല്ല, കാണണം. സ്തോത്രം. അവർ ആഗ്രഹിച്ചു. ആമേൻ. മന്ന കഴിച്ചു മടുത്തു. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ മിസ്രൈമിയുടെ ചിന്ത ഓടി വന്നു. ആമേൻ. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ, ഇറച്ചി കഴിക്കാം. പക്ഷേ എന്തു സംഭവിച്ചു? ആമേൻ. ഒരു ദിവസം കഴിക്കത്തക്ക തരത്തിലല്ല, 5 ദിവസം കഴിച്ച് തൃപ്തി അടങ്ങത്തക്ക തരത്തിലില്ല ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. 20 ദിവസം കഴിച്ച് തൃപ്തി അടക്കപ്പെടാനുള്ളതല്ല ദൈവം ചെയ്തത്. 1 മാസത്തോളം ആമേൻ കഴിച്ചു മൂക്കിൽ നിന്നും പുക പൊങ്ങത്തക്ക തരത്തിൽ എന്ന് പറഞ്ഞ കഴിച്ചു ഓർക്കാനം വരത്തക്ക തരത്തിലുള്ളതായ ആമേൻ വിടുതലാണ് സ്വർഗം അയച്ചത്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ശക്തമായി പറയാം, ദൈവ പൈതലേ, നമ്മൾ ആമേൻ അഭിമുഖീകരിക്കുന്ന വിഷയം കൊണ്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിലവിളി അല്ലെങ്കിൽ ആമേൻ പ്രശ്നം വന്ന് നിലവിളികൾ ഉയരപ്പെടുമ്പോഴും ഞാൻ പറയാം, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ആമേൻ സ്തോത്രം. ആമേൻ. ഇസ്രായേൽ മക്കൾ കുറച്ച് ദിവസം മാത്രം കഴിക്കാമെന്നല്ല, ഒറ്റ മാസം അവർ ഒരു ദിവസം ആഗ്രഹിച്ചു, അല്ലെങ്കിൽ 1-2 ദിവസം ആഗ്രഹിച്ചില്ല, 1 മാസത്തോളം എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മുടെ വിഷയത്തിൽ ആമേൻ സ്തോത്രം ആമേൻ 1 ദിവസമോ 1 മാസമോ 1 വർഷമോ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ തൃപ്തി അടങ്ങാത്തതല്ല, ആമേൻ ജീവപര്യന്തത്തോളം ആമേൻ സമൃദ്ധിയായി നടത്തുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആമേൻ തമ്പുരാൻ അനിഷ്ടമായത് ചിന്തിക്കാതെ, തമ്പുരാൻ അനിഷ്ടമായത് പ്രവർത്തിക്കാതെ, സ്തോത്രം, ആ അനിഷ്ടമായത് പ്രവർത്തിച്ച് തമ്പുരാന് കോപം അയച്ച് അത് അനർത്ഥമായി മാറാതിരിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ കണ്ടുണർന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാൻ വൻ കാര്യങ്ങളെ ചെയ്യും. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 20-ാം വാക്യം കൂടെ വായിക്കുന്നു. 1 മാസം മുഴുവനും തന്നെ ആമേൻ അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്ന് നിങ്ങളുടെ ഇടയിൽ ഉള്ള യഹോവ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രൈമിൽ നിന്നും എന്തിന് പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരുന്നുവല്ലോ. അപ്പോൾ മോശ എന്നോട് കൂടെയുള്ള ഈ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതുപോലെ ഇന്ന് പകൽ മനസ്സിലാക്കുക. ആമേൻ സ്തോത്രം. അവിടെ കാണുവാൻ സാധിച്ചത് ഇങ്ങനെയാണ്. അവരുടെ വിഷയത്തിൽ ദൈവം വിടുതൽ കൽപ്പിച്ചു. ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മൾ കരയുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ സ്തോത്രം പെറുവിറുപ്പിനിടം കൊടുക്കാതെ, അനർത്ഥത്തിനിടം കൊടുക്കാതെ, ആമേൻ ദൈവത്തിൻ്റെ തീക്ക് ആമേൻ പ്രയാസത്തിനിടം കൊടുക്കാതെ ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി അത് പ്രാർത്ഥന നീട്ടുക. ആമേൻ സ്തോത്രം. താമസിക്കും തോറും ആമേൻ വിടുതൽ, താമസിക്കും തോറും നമ്മുടെ വിഷയം വലുതാണ്, നല്ലതാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആമേൻ ഒരു കാര്യം പറയാം, ഏതൊക്കെ വിഷയങ്ങൾ പൊങ്ങിയാലും ആമേൻ തീയെ അണപ്പിക്കുന്ന വെള്ളം അത് അണഞ്ഞ് കെട്ടുപോകുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് പകലിൽ ചില മറുപടിയായി നമ്മുടെ പ്രാർത്ഥന സ്തോത്രം ചില പ്രശ്നത്തെ കെടുത്തിക്കളയുകയും നമുക്ക് വേണ്ടി ചില മറുപടിയും തരുന്നതായി മാറുന്ന ദിവസങ്ങളായി മാറട്ടെ. ഈ മാസം അത്ഭുതത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി
എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകല